സുന്നി മാലി ഫെഡറേഷന്റെ 50-ാം വാർഷിക സമ്മേളനം നടത്തുമ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ സഹോദരന്മാർ പറയുന്നത് 50-ാം വാർഷികമായിട്ടില്ല, 38 ആയിട്ടുള്ളൂ. 38 ആയപ്പോൾ 50 എന്തിന് ആഘോഷിക്കുന്നു എന്ന ചോദ്യമാണ്. അത് സോഷ്യൽ മീഡിയ ജീവിക്കുന്ന ചില ആളുകളോട് ഞങ്ങൾക്ക് വർത്തമാനമില്ല. അത്തരം പൂച്ചക്കുട്ടികളോട് മ്യാവൂ മ്യാവൂ എന്ന് ചൊല്ലി നടക്കുന്ന പൂച്ചകളോട് ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇത് മോൻ മുറിക്കുന്ന സ്ഥലമല്ല, ഇത് പൊന്നു തൂക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് കാര്യമില്ല. നാസർ ഫൈസിയുടെ ഇന്നലത്തെ ഈ പൂച്ച സിദ്ധാന്തത്തെ നമ്മളൊന്ന് പൊളിച്ചടക്കാൻ പോവാണ്. ഇത് മീൻ മുറിക്കുന്ന സ്ഥലമാണോ പൊന്നൊരുക്കുന്ന സ്ഥലമാണോ എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ 50-ാം വാർഷികം 50 തികയാതെ ആഘോഷിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നത്? അത് നിങ്ങളെക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഒരു സംശയത്തിൻ്റെ കരിനിഴലിലാണ്. അതുകൊണ്ടാണ് സമസ്തക്കാരായ ആളുകൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തത്. കാരണം ഇതുകൊണ്ട് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നത്, നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. സമസ്തൻ്റെ ഉന്നമനമോ സമസ്തയുടെ പ്രശസ്തിയോ അതിൻ്റെ മുന്നേറ്റമോ ഉയർത്തിക്കാണിക്കുക അല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ ചെയ്ത പണി അത്രത്തോളം സമസ്തയുടെ പ്രവർത്തകർക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മാനുവലിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തി, എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി, ഭരണഘടനയിൽ മാറ്റം വരുത്തി. ഇതൊക്കെ കൃത്യമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് പരാതി പോയി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 5-അംഗ സമിതിയെ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്ത ഏർപ്പെടുത്തി. സമസ്തയുടെ ചരിത്രത്തിലുണ്ടോ ഏതെങ്കിലും ഒരു കീഴ്ഘടകത്തെ നിരീക്ഷിക്കാൻ വേണ്ടി 5-അംഗ സമിതിയെ നിയോഗിച്ച ഒരു ചരിത്രം സമസ്തയുടെ ചരിത്രത്തിലുണ്ടോ? ഇതിന് നാസർ ഫൈസി മറുപടി പറയണം. അല്ലെങ്കിൽ നാസർ ഫൈസിയെ പിന്തുണക്കുന്ന ഏതെങ്കിലും സുഹാബികൾ മറുപടി പറയണം. ഈ 5-അംഗ സമിതി ഇന്നും നിലവിലില്ലേ? എന്നിട്ട് കഴിഞ്ഞ മുഷാവറ നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾ എന്തിനാണ് ഈ ഷാഫിയാജി അടക്കമുള്ള ആളുകൾ സയ്യിദുൽ ഉലമയുടെ അടുത്ത് പോയിട്ട് മുൻകൂർ ജാമ്യം എടുത്തത്? ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ നിർബന്ധിതരാകുകയാണ്. എന്താണ് ഇവർ മുൻകൂർ ജാമ്യം എടുത്തതെന്നറിയോ? ഞങ്ങൾ ഈ 5-അംഗ സമിതിയിലെ MT ഉസ്താദിനോട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പോയി പറഞ്ഞേക്കുക. ഈ 5-അംഗ സമിതി ഉണ്ടായിട്ട് MT ഉസ്താദിനോട് മാത്രം ആലോചിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇത് മുഷാവറയിൽ ചർച്ച വന്നു. അപ്പോൾ വരുന്ന മുഷാവറയിൽ ഇവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ മുൻകൂർ ജാമ്യം എടുത്തത്. പക്ഷേ അവിടെയും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പിന്നെ സംഭവിച്ചത് എന്താണ്? ചോദ്യം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ മുഷാവറയിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, ഇത് കളവാണെന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയുന്ന പണിയെടുക്കും. എന്നിട്ട് ചർച്ച വന്നു. ഈ 5-അംഗ സമിതിയോട് ഇനി ഒരാളോട് മാത്രം ചോദിച്ചാൽ പോരാ, 5-അംഗ സമിതിയോട് കൂടിയാലോചിച്ചിട്ട് മാത്രമേ ഇനി പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്യാവൂ എന്ന് കഴിഞ്ഞ മുഷാവറ തീരുമാനിച്ചതാണ് ഇവരോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മുഷാവറക്ക് തന്നെ വിശ്വാസമില്ല. അത് നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്, ഇതുകൊണ്ട് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് മുഷാവറ നിരീക്ഷിച്ചിട്ടുണ്ട്. മുഷാവറ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സമിതിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ പല പ്രവർത്തകരും നിങ്ങളുടെ ഈ 50-ാം വാർഷികത്തിൽ സംശയം ഉന്നയിക്കുന്നത്. കാരണം അവർ പറയുന്നത് കൃത്യമാണ്. വർഷാടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ 50 ആഘോഷിക്കാനായിട്ടില്ല എന്നവർ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സമസ്തയുടെ പ്രവർത്തകർ കുറ്റം പറയാൻ പറ്റുമോ? അതിന് നിങ്ങൾ കണ്ടെത്തിയ എല്ലാ ന്യായങ്ങളും ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തരാം. ഓരോന്നായിട്ട് നിങ്ങൾ പറയും. ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാ ഉണ്ട്. ഞങ്ങൾ 50-ാം വാർഷികം സുന്നി മാലി ഫെഡറേഷന്റെ ഇന്നത്തെ നേതൃത്വം 50-ാം വാർഷികം നടത്താനായിട്ടില്ലെങ്കിൽ തിരുത്താൻ ചങ്കുറപ്പുള്ള നേതൃത്വമുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവരെ പഠിപ്പിക്കാനും അവരെ തിരുത്താനും നിങ്ങളാരും മെനക്കെടേണ്ട. സൂപ്പർ സമസ്തയാവാൻ സോഷ്യൽ മീഡിയയിലെ ചീമിടികൾ തയ്യാറാവേണ്ട എന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത നേതൃത്വമുണ്ട്. ഞങ്ങളെ തിരുത്താൻ സയ്യിദുൽ ഉലമയുണ്ട്, ഷെയ്ഖുൽ ജാമിയുണ്ട്. അവർ പറയാത്തൊരു വർത്തമാനം ഏതെങ്കിലും ചീവിടികൾ പറഞ്ഞാൽ ഞങ്ങളൊരു പുല്ല് വിലയും കൽപ്പിക്കില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. കേട്ടല്ലോ നിങ്ങൾ? എന്താ വെല്ലുവിളി! ഞങ്ങളെ പഠിപ്പിക്കാൻ സമസ്തയുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കാൻ സയ്യിദുൽ ഉലമയുണ്ട്. ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് സയ്യിദുൽ ഉലമയും സമസ്തയുള്ളതൊന്ന് ലിസ്റ്റ് ചെയ്യണം. CIC വിഷയത്തിൽ നിങ്ങൾക്ക് സയ്യിദുൽ ഉലമ ഉണ്ടോ? CIC വിഷയത്തിൽ നിങ്ങൾക്ക് സമസ്ത ഉണ്ടോ? ഷെയ്ഖുൽ ജാമി ഉണ്ടോ? അവർ പറഞ്ഞ തീരുമാനത്തിൻ്റെ ഒപ്പാണോ നിങ്ങൾ നിൽക്കുന്നത്? CICയുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല,
അവരെ ഈ സമസ്തയുടെ പരിപാടികളിലോ വേദികളിലോ കൊണ്ടുവരരുത് എന്നൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശം സമസ്ത നൽകിയതാണ്, സ്ഥാപനങ്ങളിലോ കൊണ്ടുവരരുത്. പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏത് സ്ഥാപനത്തിലാണോ അവരെ കൊണ്ടുവന്നത് അതേ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് ഈ ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് സയ്യിദുൽ ഉലമയുണ്ട്, ഞങ്ങൾക്ക് സമസ്ത ഉണ്ട് തിരുത്താനെന്ന്. കണ്ടാമൃഗം പോലും ഇവരുടെ തൊലിക്കട്ടിക്ക് മുമ്പിൽ തോറ്റൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സയ്യിദുൽ ഉലമ, സമസ്ത ഇവരെടുത്ത CIC വിഷയത്തിലെ തീരുമാനം ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അവരുമായിട്ട് വേദി പങ്കിടുക, അവരുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത ആളുണ്ട്, അബ്ദുസമദ് പൂക്കോട്ടൂർ. അവരുടെ പരിപാടിയിൽ അവിടെ പോയി പങ്കെടുത്ത ആൾ, അവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക, അവരെ പിന്തുണക്കുക, അവർക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ലേ? സമസ്തനെ പരസ്യമായി സമൂഹമാധ്യമത്തിൽ ധിക്കരിക്കല്ലേ? എവിടെയാണ് നിങ്ങൾക്ക് സയ്യിദുൽ ഉലമ ആ വിഷയത്തിൽ? എവിടെയാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ സമസ്ത? നിങ്ങൾക്കൊക്കെ നാണാകൂലേ നാസർ ഫൈസി ഇങ്ങനെയൊക്കെ പറയാൻ? ജനങ്ങളിത് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് സയ്യിദുൽ ഉലമ ഇന്നലെ അവിടെ പങ്കെടുക്കാത്തത്? നിങ്ങളറിയില്ലേ? നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഞങ്ങളെക്കാട്ടി അറിയാം. പക്ഷേ സാധാരണക്കാർക്കത് അറിയില്ല. സാധാരണക്കാർക്കറിയില്ല. എത്ര ആളുകൾ ഇന്നലെ സയ്യിദുൽ ഉലമക്ക് അവിടെ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഫോൺ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഞങ്ങളാരും സയ്യിദുൽ ഉലമ തടഞ്ഞിട്ടില്ല. സയ്യിദുൽ ഉലമക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. എന്താ നിലപാടെന്നറിയോ? ഇതേ ഷാഫി ഹാജിയും ബഹാവുദ്ദീൻ നദ്വിയും ഒക്കെ നയിക്കുന്ന ഈ ദാറുൽ-ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സയ്യിദുൽ ഉലമയെ പരസ്യമായിട്ട് വിമർശിച്ച ഒരു പരിപാടി തിരുത്ത് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് നടത്തി. ആ പരിപാടി നടത്തിയതിന് ശേഷം സയ്യിദുൽ ഉലമ ദാറുൽ-ഹുദ കയറിയിട്ടുണ്ടാവും. ദാറുൽ-ഹുദയിൽ ക്ലാസ്സുള്ള ആളാണ് സയ്യിദുൽ ഉലമ. പക്ഷേ അതിന് ശേഷം അവിടെ ദാറുൽ-ഹുദയിലേക്ക് സയ്യിദുൽ ഉലമ പോയിട്ടില്ല. നിങ്ങൾക്ക് എവിടെ ചങ്ങായിമാരെ സയ്യിദുൽ ഉലമ? നിങ്ങൾക്ക് എവിടെ സമസ്ത? സയ്യിദുൽ ഉലമ അവിടേക്ക് പോയിട്ടില്ല. മാത്രമല്ല ഇന്നലത്തെ പരിപാടിക്ക് കൂടി അവിടെ സയ്യിദുൽ ഉലമ വന്നില്ല. അത് സയ്യിദുൽ ഉലമയുടെ നിലപാടാണ്. കുറേ ആളുകൾ ഫോൺ വിളിച്ചിട്ട് മറ്റൊക്കെ നോക്കിയില്ലേ? പക്ഷേ സയ്യിദുൽ ഉലമ അവിടെ വന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയും, ഞങ്ങളെക്കാട്ടി നിങ്ങൾക്ക് അറിയും. എന്നിട്ട് ആ സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരെ നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട. ആ സമസ്ത എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരെ കബളിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളെ ഉള്ളിലെ സമസ്ത എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സയ്യിദുൽ ഉലമൻ്റെ പേര് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ആ തിരുത്തുന്നുള്ള പരിപാടി അവിടെ നടത്തിയ ആളുകളെ കൊണ്ട്, അവിടെ പങ്കെടുത്ത ഷാഫി ഹാജി അടക്കമുള്ള ആളുകളെ കൊണ്ട് സയ്യിദുൽ ഉലമനോട് പോയിട്ട് മാപ്പ് പറയണം. അതിന് ശേഷം നല്ല നിലക്ക് ദാറുൽ-ഹുദയിലേക്ക് സയ്യിദുൽ ഉലമയെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് ആ മുറ്റത്ത് വെച്ചിട്ട് അത് പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. മനസ്സിലായോ? ഇനി ബാക്കി നിങ്ങൾ പറയും. ജനങ്ങൾ ചില ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. എന്തിനാണ് 38 വർഷമായ സുന്നി മഹല്ല് ഫെഡറേഷൻ 50-ാം വാർഷികം നടത്തുന്നത് എന്ന്? ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായില്ലേ? എങ്ങനെ ഇപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായി? ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ അല്ല, ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് ശരിയായ ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ ന്യായീകരണമാണ് അവർക്ക് കേൾക്കേണ്ടത്. അതൊന്ന് കേൾക്കി, ഇങ്ങോട്ട് നമ്മൾ ബാക്കി പറയാം. 1977-ലാണ് 1976-ലാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ആദ്യത്തെ മഹല്ല് കമ്മിറ്റി സുന്നി മഹല്ല് ഫെഡറേഷൻ്റെതായിക്കൊണ്ട് ചെമ്മാട് രൂപീകരിക്കപ്പെടുന്നത്. അന്ന് ആരംഭിച്ചതാണ്. അതിനുശേഷം 1977-ൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി വന്നു. ശേഷം 1987-ൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി വന്നു. ശേഷം 1987-ൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി വന്നു. കണ്ടോ, 87-ലാണ് സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. 87 + 50 ഒന്ന് കൂട്ടി നോക്കി നിങ്ങൾ, 37 വരിക. അപ്പോൾ 2037 10 വർഷം 11 വർഷം മുമ്പാണ് ഇവിടെ എന്താകുന്നത് 50-ാം വാർഷികം ആഘോഷിക്കുന്നത്. ജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സ്റ്റേറ്റ് കമ്മിറ്റിയുടെ 50-ാം വാർഷികം. കാരണം ഇത് വയനാട്ടിലുള്ളവരും, ഇത് പാലക്കാടുള്ളവരും, ഇത് പിന്നെ കാസർഗോഡുള്ളവരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നില്ലേ? അവർക്കൊന്നും 50 പൂർത്തിയായിട്ടില്ല. അതാണ് ജനങ്ങൾ പറയുന്നത്. ആദ്യം SMF വരുന്നത് തിരൂർ താലൂക്കിലാണ്. അത് പിന്നീട് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്തേക്ക് വ്യാപിപ്പിച്ചു. പിന്നീടാണ് അത് മൊത്തത്തിൽ കേരളത്തിലേക്കാക്കുന്നത്. അത് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും സ്റ്റേറ്റ് കമ്മിറ്റി 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് 50-ാം വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ
അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരണം പറഞ്ഞ് മറുപടി ഉരുണ്ട് കളിച്ച് മറുപടി പറയാമെന്നല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടൊരു മറുപടി പറയാൻ കഴിയില്ല. അതാണ് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളത് പറയിപ്പിക്കുന്നു പറഞ്ഞേ. നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഇതാണ് ആളുകൾ ചോദ്യം ചെയ്തത്. ഓലെ കുറ്റം പറയാൻ പറ്റുമോ? തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് പറയട്ടെ, ശാഖകൾ കൊണ്ട് തുടങ്ങി അഖിലേന്ത്യയിലേക്ക് പോയ ചരിത്രമില്ലേ? നിരവധി അഖിലേന്ത്യാ തലത്തിൽ കൊണ്ട് തുടങ്ങി ശാഖയിലേക്ക് പോയ ചരിത്രമില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. സംഘടനകൾ ശാഖയെന്ന് തുടങ്ങിയിട്ട് അഖിലേന്ത്യാ തലത്തിലേക്ക് പോയിട്ടുണ്ട്. അഖിലേന്ത്യയെന്ന് തുടങ്ങിയിട്ട് ശാഖാ തലത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അഖിലേന്ത്യാ കമ്മിറ്റി ശാഖൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചിട്ടില്ല. മനസ്സിലായോ? ശാഖാ കമ്മിറ്റി ചിന്തിക്കണം. ശാഖാ കമ്മിറ്റി അഖിലേന്ത്യൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കില്ല. ആ ശാഖൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുക. മനസ്സിലായോ? ശാഖൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് ശാഖാ കമ്മിറ്റി ആയിരിക്കും. അഖിലേന്ത്യൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. ജില്ലൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത് ജില്ലാ കമ്മിറ്റിയാണ്. മേഖലൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കേണ്ടത് മേഖലാ കമ്മിറ്റിയാണ്. അപ്പോൾ മനസ്സിലായോ? ഇതന്നെയാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുന്ന പറഞ്ഞ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യം ഉണ്ടാക്കിയത് അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. പിന്നെ മലബാർ ലീഗ് വന്നു, പിന്നെ ശാഖയിലേക്ക് വന്നു. ആദ്യം അഖിലേന്ത്യ കൊണ്ട് പിന്നെ തുടർ പ്രക്രിയയാണ്. നല്ല പറ്റിയ ഉദാഹരണം ഇതാണ്. നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കുന്നു പറഞ്ഞേ. കാരണം ആദ്യം വരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ്. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എവിടെയാണ് രൂപീകരിക്കപ്പെടുന്നത്? പാകിസ്ഥാനിലെ ധാക്കയിലാണ്. അന്ന് പാകിസ്ഥാനില്ല, അവിഭക്ത ഇന്ത്യയിലെ ധാക്കയിലാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. നാസർ ഫൈസിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ മുസ്ലിം ലീഗ് ഏതിൻ്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വാർഷികമല്ലേ ആഘോഷിക്കുന്നത്? അതോ മുസ്ലിം ലീഗ് എന്ന് പേരുണ്ടായതുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ വാർഷികമാണോ ആഘോഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 100 കഴിഞ്ഞു പോയില്ലേ? പക്ഷേ ഇപ്പോഴും മുസ്ലിം ലീഗിന് 100 എത്തിയിട്ടില്ല. അവരുടെ വാർഷിക കണക്ക് പ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 100 വയസ്സ് പ്രായമായിട്ടില്ല. അതനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതനുസരിച്ചാണ് അവർ വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടുള്ള മറുപടി ഉണ്ട്. ഇനി ബാക്കിയുള്ള വിഡ്ഢിത്തങ്ങൾ കൂടിയാണെന്ന് വിളമ്പട്ടെ, അതിനുള്ള മറുപടി കൂടി തരാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത് കേന്ദ്ര മുഷാവറയാണ്. 3 ഘടകമേ സമസ്തക്കുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികമാണ് കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയത് കുണിയയിൽ, അല്ലേ? ആ 100-ാം വാർഷിക സമ്മേളനം നടത്തിയ സമസ്തയുടെ 3 ഘടകമേ ഉള്ളൂ. ഒന്ന് കേന്ദ്ര മുഷാവറ 40 അംഗം, 2 ജില്ലാ മുഷാവറ 40 അംഗം, പിന്നെ മണ്ഡല മുഷാവറ 40 അംഗം. അതിലപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ല കൂട്ടരെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ സംഗമിച്ചത്? സംഘടനാ പ്രവർത്തനത്തിന് പോകുന്ന സമ്മേളനത്തിലേക്ക് വാഹനം വിളിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി പോകുന്ന ഒരുത്തരോട് ചോദിക്കുന്നു, നീ സമസ്തയുടെ ഏത് ഘടകത്തിലാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏത് ഘടകത്തിലാ? എന്തോ ഒരു വിഡ്ഢിത്താണ് പടച്ചോനെ ഇയാൾ പറയണത്. നോക്കി നിങ്ങൾ, അവിടെ വന്നോലൊക്കെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലുള്ളവരാണോ? സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കമ്മിറ്റിയിലുള്ളവരാണോ? അനുയായികളല്ലേ അവിടെ വന്നിട്ടുള്ളത്? അവിടെ പങ്കെടുത്ത ആ കുട്ടികൾ, അവർക്ക് എന്താ അംഗത്വം ഉള്ളത് സുന്നി മഹല്ല് ഫെഡറേഷനിൽ? ആ കുട്ടികൾക്ക് അംഗത്വമുണ്ടോ? മഹല്ലിലെ ആളുകൾ വന്നിട്ടില്ല അവിടെ, അവർക്ക് അംഗത്വമുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റിയാണ് നാസർ ഫൈസി നിങ്ങൾ പറഞ്ഞത്. കമ്മിറ്റി ഇങ്ങനെ 3 ഘടകമുണ്ട്. എന്നാൽ അതിൻ്റെ അനുയായികളാണ് ബാക്കിയുള്ള ആളുകളൊക്കെ. സമസ്തൻ്റെ അനുയായികൾ എന്ന നിലക്കാണ് സമ്മേളനത്തിന് പോയത്. ഇതൊന്നും നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ പറയേണ്ടിയിരുന്നത് സമസ്ത ആദ്യം തിരൂരിൽ രൂപീകരിച്ചു, എന്നിട്ട് പിന്നെ 5-10 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നു. എന്നിട്ട് തിരൂരിൽ രൂപീകരിച്ച സമസ്തയുടെ കണക്കനുസരിച്ച് 100-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ ഏതെങ്കിലും സമസ്തയുടെ കീഴ്ഘടകം അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കിയാൽ ഇതിന് കൃത്യമായ മറുപടിയാണ്. പക്ഷേ നിങ്ങൾ ഈ കിടന്ന് ഉരുണ്ട് മറിയാന്നല്ലാതെ ഈ ഒരു കാര്യം മാത്രം പറയണില്ല, എന്തെല്ലോ ന്യായീകരിക്കുക, അതിൽ മുഴുവൻ പൊട്ടത്തരങ്ങൾ. അപ്പോൾ വളരെയധികം ഖേദമുണ്ട് നിങ്ങളിങ്ങനെ ഈ ഉരുണ്ട് മറിയണത് കാണുമ്പോഴേ. കാരണം കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് നാസർ ഫൈസി അടുത്ത ഒരു വേദിയിൽ
ഇതൊക്കെ പ്രതികരിക്കുന്ന ആളുകളെ കളിയാക്കാതെ നല്ല രീതിയിൽ മറുപടി ഇതിനൊക്കെ പറയണം. ഇതൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെ തരം താഴ്ത്താനൊന്നും നിങ്ങൾക്ക് ഒക്കില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യമൊക്കെ അതിൽ ജീവിക്കുന്ന ആളാണ്. ഞങ്ങൾക്കുണ്ട് ഓരോരോ ജോലികളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടുന്നത്. അതേപോലെ നിങ്ങളും ഇടപെടുന്നുണ്ട്. നിങ്ങൾക്കും ഉണ്ടല്ലോ ജോലിയും കാര്യങ്ങളൊക്കെ. ജോലി ഉണ്ടോയെന്ന് അറിയില്ല. ഇത് പറയുന്ന ആളുകളെ ഇതുപോലെ കളിയാക്കിയതുകൊണ്ട് കാര്യമല്ല. കൃത്യമായിട്ട് അതിന് മറുപടി പറയാണ് വേണ്ടത്. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.